നമ്മുടെ കിങ്ങിണി ഫാമിൽ പുതിയ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പഴയ ആൾക്കാർ പോകുന്നു എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരുമാണ് പോകുന്നത്. ഇവൻ്റെ വീട്ടിലെ അവൻ്റെ അമ്മയ്ക്ക് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു. അങ്ങനെയാണ് അവൻ പോകുന്നത്. അപ്പോൾ പുതിയ ജോലിക്കാർ വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം അവർ വന്നു. ഇന്ന് രാവിലെ ജോലി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രണ്ടുപേരും ജോലി ചെയ്യാണ്. മറ്റവർ ഇന്ന് റെസ്റ്റാണ്. അവർ ഇന്നലെ വരെ ചെയ്തുള്ളൂ. ഇന്ന് മുതൽ ഇവരാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇന്നൊരു ദിവസം ഞങ്ങൾ ഇവരെ നിർത്തി നോക്കും, എങ്ങനെയാണ് ഇവരുടെ പണി എന്ന് നോക്കിയതിന് ശേഷം ഇവർ നല്ല ചെയ്യുവാണെങ്കിൽ അവരെ ഞങ്ങൾ പറഞ്ഞു വിടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന അവരെ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ട് പഴയ ആൾക്കാരെ നിർത്തും. എപ്പോഴായാലും പുതിയ ആരെങ്കിലും വന്ന് അവർ നല്ല സെറ്റായതിന് ശേഷമേ ഞങ്ങൾ പറഞ്ഞു വിടാറുള്ളൂ. വേറൊരാൾ ഇതാണ് പുതിയതായിട്ട് വന്നത്, മറ്റേയാൾ പഴയതാണ് കേട്ടോ. അവൻ പഴയതാണ്. അവെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ ജോലിയുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇവിടുത്തെ ജോലികളെല്ലാം സെറ്റ് ചെയ്തവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ അവർ ചെയ്യുകയാണ്. നമുക്ക് ഇവരുടെ കറവയെന്ന് നോക്കാം. ഇവ എങ്ങനെയാണ് പാല് നല്ല കറക്കുന്നത്. നമുക്ക് ഏറ്റവും അത്യാവശ്യം, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ പശുക്കളെ നന്നായി നോക്കണം, നന്നായിട്ട് കറക്കണം. നല്ല കറവ അറിയാമെന്നുള്ളവർ മാത്രമേ ഞാൻ ഈ ഫാമിൽ വയ്ക്കാറുള്ളൂ, ജോലിക്ക് വയ്ക്കാറുള്ളൂ. മെഷീൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ മെഷീനെല്ലാം മാറ്റി കൈക്കറവയാണ്. എത്ര പശു ഉണ്ടായിരുന്നാലും 30 പശുവിനെ ആയാലും 20 പശു ആയാലും 25 പശു ആയാലും 40 പശു ആയാലും ഞങ്ങൾ കൈക്കറവ. ഇനി ഞങ്ങൾ അതേ മുന്നോട്ട് പോവുകയുള്ളൂ. മെഷീൻ എടുക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരരുതേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മെഷീൻ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല, മെഷീനിൽ പാല് ഇറക്കുന്നത്. പശുക്കൾക്ക് അസുഖം ഉണ്ടെങ്കിലോ എന്തെങ്കിലും പ്രോബ്ലം, മടിനീരുണ്ടെങ്കിലോ നമുക്ക് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. കൈക്കറവയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റും. കൈകൊണ്ട് കറക്കുമ്പോൾ തന്നെ അവർക്കറിയാം മടിയിൽ നീരുണ്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ നീരിൻ്റെ മരുന്നോ ഗുളിയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പശുവിനെ രക്ഷിക്കാൻ സാധിക്കും. നമുക്ക് പാലൊട്ടും കുറയില്ല. മടിനീര് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ മടിനീര് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അവർ മെഷീൻ അങ്ങ് വയ്ക്കും, പാല് താനേ കുറേശ്ശെ വരും. പക്ഷേ അകത്ത് കട്ടി കിടന്നാൽ നമുക്കൊട്ടും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മെഷീൻ വേണ്ട, കൈക്കറവ മതി. ഇത്തിരി പൈസ കൂടുതലാണ്, കൈക്കറവക്കാർക്ക് പൈസ കൂടുതലാണ്. എന്നാലും സാരമില്ല, നന്നായി കറക്കുന്നുണ്ട്. അവൻ നന്നായി കറക്കുന്നുണ്ട്. ഇവൻ ഏത് ഭാഗത്ത്, ചെങ്ങന്നൂർ ഭാഗത്ത് ഇവിടെ നിന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ആർക്കെങ്കിലും ഇവനെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ, നല്ല പയ്യനാണോ എങ്ങനെയുള്ളത്. ഇപ്പം പല ഫാമുകളിലും നിൽക്കുന്നില്ല, ആരും നിൽക്കുന്നില്ല. 1 മാസം 2 മാസം നിന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അവർ വേറെ കേരളത്തിൽ വേറെ ഫാമുകൾ നോക്കിയാണ് എല്ലാവരും പറയുന്നത്. ഗ്രൂപ്പിലെല്ലാവരും പറയുന്ന അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതെവിടെന്നെങ്കിലും വന്നതാണോ, അവിടെ നിന്ന് ഇട്ടിട്ട് വന്നതാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മളിത് വിളിക്കുന്നു, അവർ വരാമെന്ന് പറയുന്നു, അവർ പറയുന്ന സാലറി നമ്മൾ കൊടുക്കാമെന്ന് പറയുന്നു, വരുന്നു. എവിടെ നിന്ന് വരുന്നു ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നോക്കിക്കൊള്ളൂ, ആരുടെയെങ്കിലും ഫാമിൽ നിന്നതാണോ, ആർക്കെങ്കിലും അറിയാമോ എന്ന് നോക്കണം. മറ്റൊരാൾ ഇവിടെ തീറ്റ എടുത്തു കൊടുക്കുന്ന തിരക്കിലാണ്. അവനെയും പഠിപ്പിച്ചു. ഒരു ദിവസം കൊണ്ട് തന്നെ ഇവരെല്ലാം പഠിക്കുന്നുണ്ട്. തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ നമ്മുടെ കിങ്ങിണി ഫാമിലെ പുതിയ ജോലിക്കാർ. ഇവരോട് പറഞ്ഞിട്ടുണ്ട് 1 വർഷം നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല ഇനി മുന്നോട്ട് എങ്ങനെയാണ് ജോലിയൊന്നും ഇവർക്ക് നിൽക്കാൻ പറ്റുമെന്നും അറിയില്ല. നല്ല നിൽക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്.